ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നാലാമത്തെ പോയിൻ്റാണെന്ന് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ പ്രകൃതിയിൽ കാണുന്ന ഓരോ സംഗതികളുണ്ടല്ലോ, നദികൾ, അതുപോലെ തന്നെ കടൽ, ഓഷ്യൻ എന്ന് പറയല്ലേ, അതുപോലെ മരുഭൂമികൾ, പർവ്വതനിരകൾ, അതായത് റിവേഴ്സ്, ഓഷ്യൻസ്, ഡെസേർട്സ്, മൗണ്ടൻ റേഞ്ചസ്, ഇങ്ങനെയുള്ള പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങളില്ലേ, അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നൈൽ എന്ന് പറയുന്നത്, ഗാഞ്ചസ് അല്ലെങ്കിൽ ഗംഗ എന്ന് പറയുന്നത്, ഗാഞ്ചസ്, മീനച്ചിലാർ, മലയാളം. അപ്പോൾ മനസ്സിലായില്ലേ? അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് ഓഷ്യൻ, പസഫിക് ഓഷ്യൻ, മെഡിറ്ററേനിയൻ, അങ്ങനെയാണ് പറയുന്നത്, പസഫിക് ഓഷ്യൻ. ഇപ്പോൾ ആ കടലിന് അതിൻ്റെ കൂടെ ചേർക്കുക. പിന്നെ നമ്മൾ മൗണ്ടൻ റേഞ്ചസ് ഇല്ലേ, ഹിമാലയാസ്, ആൽപ്സ്, പർവ്വത നിരകളായിരിക്കണം. ഒരു സിംഗിൾ പർവ്വതമാണെങ്കിൽ ഇല്ല, നമുക്ക് അതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ പറയുന്നത് ഡെസേർട്ട്, മരുഭൂമികൾ, സഹാറ എന്നാണ് പറയുന്നത്. സഹാറ മരുഭൂമി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് സഹാറ എന്നാണ് പറയുന്നത്. ഇതാണ് വേറൊരു പോയിന്റ് നമ്മൾ ഓർക്കാനുള്ളത്. പ്രകൃതിയിൽ നമ്മൾ കാണുന്ന പല സംഗതികൾക്കും നമ്മൾ ഓരോ ഭൂമിശാസ്ത്രപരമായി, അതാണ് ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഭൂമിശാസ്ത്രപരമായ സംഭവങ്ങൾ, മനുഷ്യനിർമ്മിതമല്ല, ഭൂമിശാസ്ത്രപരമായ സംഭവങ്ങൾ, ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ്, റിവേഴ്സ്, നദികൾ, ഓഷ്യൻസ്, കടലുകൾ, മൗണ്ടൻ റേഞ്ചസ്, പർവ്വത നിരകൾ, അതുപോലെ തന്നെ നമ്മൾ പിന്നെ അവസാനം പറഞ്ഞത് മരുഭൂമികൾ. ഇതിനോട് ചേർന്ന് നമ്മൾ ഉപയോഗിക്കണം. ഗംഗ, നൈൽ, പസഫിക് ഓഷ്യൻ, ഹിമാലയാസ്, ആൽപ്സ്, ആൻഡമാൻ ഐലൻഡ്സ്, ആൻഡമാൻ ഐലൻഡ്സ്, ഗ്രൂപ്പ്സ് ഓഫ് ഐലൻഡ്സ്, അതുകൊണ്ട് അതുപോലെ പ്രകൃതിയുടെ ഇതാണല്ലോ. അതുപോലെ സഹാറ ഡെസേർട്ട്, സഹാറ മരുഭൂമി. പക്ഷേ നോ ആർട്ടിക്കിൾ വിത്ത് സിംഗിൾ മൗണ്ടൻസ് ആൻഡ് സിംഗിൾ ഐലൻഡ്സ്. അത് ഒറ്റയാണെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയല്ലേ, എവറസ്റ്റ് സിംഗിൾ. അപ്പം നമ്മൾ മൗണ്ട് എവറസ്റ്റ് എന്നേ പറയുള്ളൂ, മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ മൗണ്ട് കിളിമഞ്ചാരോ, ഇത് നമ്മുടെ എവറസ്റ്റ് പോലത്തെ ഒരു മൗണ്ടൻ്റെ പേരാണ്. അതുപോലെ നമ്മൾ പറയല്ലേ ശ്രീലങ്ക, അത് ഗ്രൂപ്പ് അല്ലല്ലോ, അതുകൊണ്ട് മഡഗാസ്കർ, അതൊക്കെ ദ്വീപുകളാണ്. പക്ഷെ ദ്വീപ് സമൂഹങ്ങളല്ല, അത് പ്ലൂറലല്ല, സിംഗുലറാണ്. അപ്പം അതിനൊന്നും വേണ്ട. പിന്നെ നമ്മൾ കഴിക്കുന്ന ഇൻഡിവിജ്വൽ ലേക്സ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന വാട്ടർ ബോഡീസ് എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ പറയാറ് ലേക്ക്, തടാകങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ ലേക്ക് വിക്ടോറിയ, ലേക്ക് ബൈഗൾ, ഇങ്ങനത്തെ സിംഗിളല്ലേ, അതിന് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് കോണ്ടിനെൻറ്റ്സ്, മോസ്റ്റ് കൺട്രീസ്, സിറ്റീസ്, ടൗൺസ് വേണ്ട. കൽക്കട്ട എന്ന് പറയില്ല, ബോംബെ എന്ന് പറയില്ല. കോണ്ടിനെൻറ്റ്സ് നമ്മൾ ഓസ്ട്രേലിയ എന്ന് പറയത്തില്ല, അല്ലെങ്കിൽ യൂറോപ്പ് എന്ന് പറയല. അപ്പം അതാണ് നമ്മൾ ഓർക്കുന്നത്. കോണ്ടിനെൻറ്റ്സ്, കൺട്രീസ്, ദെൻ സിറ്റീസ്, ടൗൺസ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കരുത്. കാരണം ഇത് അതിന് മുമ്പ് വരെ ഉപയോഗിക്കേണ്ട കാര്യം പറഞ്ഞ് ചെയ്തുകൊണ്ടിട്ട് കൂടെ പറഞ്ഞു പോയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. മനസ്സിലായ? അതാണ് കാര്യം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ, അതാണ് നെതർലാൻഡ്സ്, ഫിലിപ്പൈൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം. അതാണ് നമ്മൾ പറഞ്ഞെല്ലാം. വളരെ നമ്മൾ പറഞ്ഞു രാജ്യങ്ങളുടെ പേരിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട. പക്ഷേ ഒരു 3-4 അതുണ്ട്, അത് പ്ലൂറലാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും നെതർലാൻഡ്സ്, ഫിലിപ്പൈൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഒത്തിരി കൂടുന്നുണ്ട്. USSR, ശരിയാ, അതും പ്ലൂറലല്ലേ. അതുപോലെ യുണൈറ്റഡ് കിങ്ഡം, അത് ഒരു ഒറ്റ
പീസല്ല, പല പീസ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കണം. ഓർക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഭൂമിശാസ്ത്രപരമായ സംഗതികളുടെ കൂട്ടത്തിൽ വേണ്ട, പ്ലൂറലാണെങ്കിൽ. സിംഗുലറാണ് വേണം. മൗണ്ട് കിളിമഞ്ചാരോ, മൗണ്ട് എവറസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ ലേക്ക് വിക്ടോറിയ അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ലേക്ക്, നമ്മുടെ ഒരു ഫേമസ് ലേക്ക് ഉണ്ട് ഇൻഡോറിൽ. അതിൻ്റെ പേരാണ് പിപ്പില്യ ലേക്ക്. അപ്പം അതിന് ഇതാ വേണ്ട, പിപ്പില്യ ലേക്ക് എന്ന് പറയണ്ട, പിപ്പില്യ ലേക്ക്, അല്ല ലേക്ക് പിപ്പില്യ എന്ന് പറയണം. അപ്പം അങ്ങനെയാണ്. ആരെങ്കിലും അങ്ങനെ ഇൻഡോർ ഭാഗത്തേക്കൊക്കെ പോകുകയാണെങ്കിൽ അവിടെ വലിയ ഫേമസ് ലേക്കാണത്, വളരെ രസകരമാണ് കാണാൻ. അപ്പം സിംഗിൾ ആണെങ്കിൽ വേണ്ട, സിംഗിൾ മൗണ്ടനാണ് വേണ്ട. അതുപോലെ രാജ്യങ്ങളുടെ കൂടെ ഇല്ല, ഉപയോഗിക്കരുത്. പക്ഷേ ചില രാജ്യങ്ങളുണ്ടല്ലോ, അതായത് ഗ്രൂപ്പ് ഡിസ്ക്രിപ്റ്റീവ് അല്ലേ, അത് വിവരിക്കുന്നതാണ്. ദ നെതർലാൻഡ്സ്, ദ ഫിലിപ്പൈൻസ്, ഇത് നമ്മൾ പ്ലൂറലാണ്. അതുപോലെ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ദ യുണൈറ്റഡ് കിങ്ഡം, ദ USSR, അതിനൊക്കെ നമ്മൾ ഇതാ ഉപയോഗിക്കണം. ക്ലിയർ ആയല്ലോ? നമ്മൾ നാളെ ഇത് ബേസ് ചെയ്തൊരു എക്സർസൈസ് ചെയ്യും. ഇപ്പോഴത്തേക്കും സംഗതികൾ ഒന്നുകൂടെ ക്ലിയർ ആകും. സോ ഇപ്പോൾ തൽക്കാലത്തേക്ക് ബൈ.